ലോകത്തിലെ പല കോണിലും ഇന്ന് കോടിക്കണക്കിന് ഓൺട്രപ്രണേഴ്സ് ഷോപ്പിഫൈ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഷോപ്പിഫൈ ഒരു ഇ-കൊമേഴ്സ് ബിൽഡിംഗ് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്. ഷോപ്പിഫൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ബിസിനസ്സിനെ ഓൺലൈനാക്കി മാറ്റാൻ പറ്റും. ഷോപ്പിഫൈ ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇവരൊരു ഫ്രീ ട്രയൽ ഇപ്പോഴും ഓഫർ ചെയ്യുന്നുണ്ട്. ഷോപ്പിഫൈയുടെ ഫ്രീ ട്രയൽ കിട്ടാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ലാൻഡിംഗ് പേജിലെത്താം. അവിടെ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ഫസ്റ്റ് മന്ത് 20 രൂപയ്ക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പ്രൈസിങ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തേത് 2000 റുപ്പീസിൻ്റെ ഒരു പ്രൈസിങ് ആണ്. അതായത് 1500 വരും. പിന്നെ നമുക്ക് GST ടാക്സ് ഒക്കെ വരുമ്പോൾ ഒരു 2000 അടുപ്പിച്ച് വരും. നെക്സ്റ്റ് ഒരു 5500 ആണ്. 5600 ആണ്. തേർഡ് വൺ ഒരു 22,000 ആൻഡ് ദ ലാസ്റ്റ് വൺ ഇതെന്താണെന്ന് വെച്ചാൽ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. അത് 1,75,000 രൂപയാണ് കാണിക്കുന്നത്. പക്ഷേ അത് അത്രയും അത്രയും ഓർഡേഴ്സ് കേപ്പബിളായിട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ്. അത് വലിയ വലിയ ബ്രാൻഡുകൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ്. ഇങ്ങനെ 4 പ്ലാനിലാണ് നമുക്ക് ഷോപ്പിഫൈ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേത് പ്ലാൻ എടുത്താലും നമുക്ക് ഫസ്റ്റ് മന്ത് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ ബില്ലിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിൽ നമുക്ക് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമെയിൽ ID കൊടുക്കുക, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ കൊടുക്കുക. നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, എന്തിനാണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ആദ്യം കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കൊടുത്തിട്ട് എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓൺലൈൻ സ്റ്റോറാണോ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോർ വെബ്സൈറ്റിൻ്റെ പർപ്പസ് എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അത് കൊടുക്കുക. ആൻഡ് പ്രൊഡക്റ്റ് നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണോ, ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്ട്സ് ആണോ, അത് സർവീസസ് ആണോ, പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആണോ, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല ടൈമുകളും നിങ്ങൾ കേട്ടിട്ടുള്ള ടൈമുകളായിരിക്കും. ഇങ്ങനെ ഏതാണെന്ന് നോക്കുക. പ്രോഡക്ട്സ് ഐ ബൈ ഓർ മേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുക്കുന്നു. ഇനി നമ്മുടെ കൺട്രി എവിടെയാണെന്ന് ചൂസ് ചെയ്യുക. ഏത് കൺട്രിയിലും ഇത് അവൈലബിൾ ആണ്. ഷോപ്പിഫൈയിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ എല്ലാ കൺട്രീസിലും ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ഉണ്ടാവും. അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡിലേക്ക് എത്താൻ പറ്റും. ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡ് വളരെ സിമ്പിളാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു സെറ്റപ്പ് ഗൈഡ് കാണിക്കും. അതിലാദ്യം നമ്മളോട് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൊമെയിൻ കണക്ട് ചെയ്യാൻ പറയും. ഡൊമെയിൻ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യണം. അത് നമുക്ക് വേറെ തന്നെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പിഫൈയിൽ തന്നെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ തീംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് തീംസിൽ പോപ്പുലർ ഫ്രീ തീംസ് എന്ന് പറഞ്ഞിട്ട് കുറേയേറെ തീംസ് ഉണ്ട്. അവിടെ നമുക്ക് തീം സ്റ്റോർ വിസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേജിൽ തന്നെ നമുക്ക് കുറേ തീമുകൾ, ഫ്രീ ആയിട്ടുള്ള കുറേ തീമുകൾ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടാത്ത ഫ്രീ തീമുകൾ. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രീ തീമിൽ 13 ഉള്ളത്. അതുപോലെ അതിന് താഴെ പെയ്ഡ് തീമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രീ തീം ഒഴിവാക്കിയിട്ട് പെയ്ഡ് തീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ വാല്യൂ അറിയാൻ പറ്റും. ഓരോ തീമിനും നല്ല കോസ്റ്റ്ലിയാണ് വരുന്നത്. അതായത് $380 ഒരു തീമിന് കാണിക്കുന്നത്. അതിൽ കുറഞ്ഞതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ അതിൽ കുറഞ്ഞ തീമുകളുണ്ട്. ഓരോ തീമിനും അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രൈസിങ്ങിൽ ഡിഫറൻസ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്രീ തീം ചൂസ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് പെട്ടെന്നൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തുടങ്ങാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് ഡോൺ എന്ന് പറയുന്ന തീം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏതാണോ നമുക്ക് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളത്, നമ്മളുടെ സൈറ്റിന് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടാവുന്നത്, അതിവിടെ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഏത് തീം എടുത്താലും അത് നമുക്ക് ഒരു കുഴപ്പമില്ല. അതായത് നമുക്ക് പിന്നീട് അതിന് ലൈസൻസ് പുതുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ ഞാനിപ്പോൾ ഡോൺ എന്ന് പറയുന്ന തീം എടുത്തിടുന്നു. അതിവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സൈറ്റിൽ തന്നെ ഞാൻ മറ്റ് 2 തീമുകൾ കൂടി ഇട്ടിട്ടുണ്ട്. ആ തീമിലുള്ള ഡിസൈൻസും നമുക്ക് ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരേ സമയം നമ്മളുടെ വെബ്സൈറ്റിൽ ഒരേ സമയം നമുക്ക് പല സ്റ്റോർ ഫ്രണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമുക്കിവിടെ റാൻഡമായിട്ട് ഇവിടെ നമുക്ക് പബ്ലിഷ് ചെയ്യാനും അതുപോലെ തന്നെ അൺപബ്ലിഷ് ചെയ്യാനും റിമൂവ് ചെയ്ത് കളയാനുമൊക്കെ ഓപ്ഷനുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോൺ എന്ന് പറയുന്ന തീമിനെ ആഡ് ചെയ്തു. ഡോൺ എന്ന് പറയുന്ന തീം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഡോൺ തീം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത് ഇതേപോലെ റിസൾട്ട് ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ലോഗോ ഇല്ല, ഇമേജസ് ഇല്ല, സ്ലൈഡേഴ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ സൈറ്റിൽ തന്നെ മുമ്പ്
കുറേ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ പ്രോഡക്റ്റ്സ് മാത്രം അവിടെ കാണിക്കുന്നുണ്ട്. ഈ പ്രോഡക്റ്റ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഈ തീമിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രിവ്യൂ ആണ് കണ്ടത്. ഇതേ തീമിന് നമ്മളവിടെ ഡോണിന് നേരെ റൈറ്റ് സൈഡിലായിട്ട് കസ്റ്റമൈസ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ബാനർ ചേഞ്ച് ചെയ്യണം. ബാനർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇമേജ് ബാനർ എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബാനർ ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇമേജ്, സെക്കൻഡ് ഇമേജ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് 2 ഇമേജ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും എന്ന് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഇമേജ് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മളോട് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നു, ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇമേജ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ഇമേജ് ഞാനിവിടെ കൊടുക്കുന്നു. നൗ ഈ 2 ഇമേജും കൂടെ മിക്സപ്പ് ആയിട്ടാണ് കാണിക്കുക. സോ നമുക്ക് ഇങ്ങനെ കാണണമെങ്കിൽ ഇങ്ങനെ കാണാം, അതല്ലെങ്കിൽ നമുക്ക് ഈ ഇമേജിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഒരു ഇമേജായിട്ട് വരും. ഒരു ഇമേജ് മാറ്റുമ്പോൾ തന്നെ സൈറ്റിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത് വെബ്സൈറ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അറിഞ്ഞ് തന്നെ ചെയ്യണം. അറിയാവുന്നവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇ-കൊമേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോഷൂട്ടും ഡിസൈനും. ഇവിടെ നമുക്ക് സ്ലൈഡ് കൊടുത്തു. ഇനി നമുക്ക് ഇമേജ് ബാനർ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ പല ബ്ലോക്കുകളായിട്ടും പല സെക്ഷനായിട്ടും പല ഫീച്ചേഴ്സിനെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റും ഒരു ബട്ടണുമാണുള്ളത്. അതായത് ഈ ഒരു ടെക്സ്റ്റും ഈ ഒരു ബട്ടണുമാണുള്ളത്. ഇനി നമുക്ക് ഇതിന് തൊട്ട് താഴെ മറ്റെന്തെങ്കിലും ബ്ലോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാം. പക്ഷേ ഇവിടെ ഫീച്ചേഴ്സ് ഇല്ല. അതായത് ഒരു ഫ്രീ തീമിൽ വേറെ ബ്ലോക്കുകളൊന്നും ആഡ് ചെയ്യാനായിട്ടില്ല. പക്ഷേ പല പെയ്ഡ് തീമുകളിൽ നമുക്ക് ഒരുപാട് ബ്ലോക്കുകൾ, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് മാത്രം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമായിട്ട് നമ്മൾ കോഡിംഗ് ഒക്കെ ചെയ്ത് നമ്മളിതിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മളുടെ ബിസിനസ്സിനെ പെട്ടെന്ന് നമുക്ക് വെബ്സൈറ്റാക്കി മാറ്റി കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് സെയിൽസാക്കി മാറ്റണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാത്ത പണി നമ്മൾ ചെയ്ത് കുറേ സമയം കളയുന്നതിലും നല്ലത് അത് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇമേജസ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ അല്ലെങ്കിൽ വെബ് ഡിസൈൻ നമുക്ക് കൂടുതൽ ടൈം എടുത്ത് ചെയ്യുന്നതിലും അർത്ഥമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഇടുക, ആ പ്രൊഡക്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിന് തന്നെ വൈൻഡപ്പ് ചെയ്ത് കളയാം പെട്ടെന്ന്. ഇതിന് താഴെയായിട്ട് നമുക്ക് പ്രൊഡക്റ്റിനെ കാണിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെയല്ല ഫീച്ചേർഡ് പ്രൊഡക്റ്റ് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് വരുത്താം. അതായത് ഞാനിവിടെ ഒരു സെക്ഷൻ കൊടുക്കുന്നു. ഈ സെക്ഷനിൽ ഞാനിവിടെ കളക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നു. അതായത് നമുക്ക് എന്തൊക്കെ കാറ്റഗറീസ് ഉണ്ടെന്ന് ഇവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ 3 കളക്ഷനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ 3 കളക്ഷന് താഴെയായിട്ട് ഓരോ കളക്ഷൻ ഞാൻ എടുക്കുന്നു. ആ കളക്ഷൻ റൈറ്റ് സൈഡിലൂടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 കളക്ഷനാണ് എൻ്റെ ഈ ഒരു സൈറ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ആ 2 കളക്ഷന് ഞാനിവിടെ കൊടുക്കുകയാണ്. 2 കളക്ഷൻ കൊടുത്തു. ഇനി 3ാമതൊരു കളക്ഷൻ കൊടുക്കാൻ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സെക്ഷനെ ഹൈഡ് ചെയ്യുകയാണ്. ഹൈഡ് ചെയ്യുക മീൻസ് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യുക, ഹൈഡ് ചെയ്യുക. ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നില്ല, പകരം ഹൈഡ് ചെയ്യുന്നു. 3ാമത്തെ കോളം ഹിഡൻ ആയി. ഓക്കെ, ഇനി നമ്മളിതിനെ സേവ് ചെയ്യുന്നു. അപ്പോൾ കളക്ഷൻ കൊടുത്തു. എന്താണ് കളക്ഷൻ? കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. അതായത് ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ്സ്. അതിനെ നമുക്ക് കാറ്റഗറി എന്നൊക്കെ വിളിക്കാം. ഇപ്പം നമ്മൾ ചെയ്തത് നമ്മളുടെ ഡിസൈനർ വ്യൂവിലാണ് നമ്മൾ കാണുന്നത്. ഇതിനൊരു പ്രിവ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോപ്പിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ടാബിൽ പ്രിവ്യൂ വരും. ഇപ്പോൾ നമ്മളുടെ സൈറ്റ് എങ്ങനെയാണോ ഒരു കസ്റ്റമർ കാണുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാനിവിടെ കളക്ഷൻ കൊടുത്തു. ഞാൻ കളക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കളക്ഷനിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ അതവിടെ ഡിസ്പ്ലേയിൽ വരും. ഞാൻ 4 പ്രോഡക്റ്റ് ആ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് കളക്ഷൻ അതിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം, ഡയലിൻ്റെ കളർ കൊടുക്കാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ വാച്ചിൻ്റെ ഡിസ്പ്ലേ ഡിജിറ്റലാണോ അനലോഗാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ പ്രൈസ് അങ്ങനെയൊക്കെ കൊടുക്കാം. അത് ഡിസ്കൗണ്ടഡ് റേറ്റ് എങ്ങനെയാണെന്നുള്ളത് കൊടുക്കാം. പിന്നെ നമുക്ക് റിലേറ്റഡ് പ്രോഡക്റ്റ്സ് അതിന് താഴെ തന്നെ കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സൈറ്റിൻ്റെ കളക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡോൺ എന്ന് പറയുന്ന തീമിലാണ്. അപ്പോൾ ഫ്രീ തീമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇനിയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഷോപ്പിഫൈയെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈസി കൊമേഴ്സ് എന്ന് പറയുന്ന ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിൽ 1 മന്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എൻ്റെ അടുത്ത് നിന്ന് ട്രെയിനിങ് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനുള്ള.
ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സൈറ്റിലേക്ക് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അതിലൊന്നാമതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ. നമ്മൾ എങ്ങനെ ഇതിനകത്തൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യും? പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ പോകേണ്ടത് ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് തന്നെയാണ്. അതിൽ നമ്മൾ ടോപ്പ് ബാറിൽ എക്സിറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യുന്നതിന് നമ്മൾ സെറ്റിങ്സിൽ വരിക. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ തൊട്ടടുത്ത് ആഡ് എ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണോ, അത് ഫോൺ പേ ആവാം, റേസർ പേ ആവാം, തുടങ്ങിയിട്ടുള്ള ഏതും ആവാം. അത് നമ്മൾ സെർച്ച് ബൈ പ്രൊവൈഡർ എന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്യുക. ഈ റേസർ പേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ആക്റ്റീവ് ആക്കി വെക്കുക. ഇതിനകത്തേക്ക് നമ്മളുടെ റേസർ പേ അക്കൗണ്ട് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാനേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റേസർ പേ ലോഗിൻ ഡാഷ്ബോർഡിലേക്ക് വരും. ഇവിടെ ഐ ആം ആൻ എക്സിസ്റ്റിംഗ് യൂസർ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ക്രെഡൻഷ്യൽ കൊടുക്കുക. ക്രെഡൻഷ്യൽ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റേസർ പേ അക്കൗണ്ട് കണക്റ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് ആകെ വേണ്ടത് റേസർ പേ അക്കൗണ്ട് അപ്രൂവൽ മാത്രമാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓക്കെ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ അതിൽ ആഡ് ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഷോപ്പിഫൈയിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യാം. അത് റേസർ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും ക്യാഷ് ഫ്രീ ആണെങ്കിലും മറ്റേത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണെങ്കിലും ഷോപ്പിഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ചെക്കൗട്ട് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനും കഴിയും. ഇങ്ങനെയാണ് ഇതിനകത്ത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് പല ആപ്പുകളും നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമുക്ക് ആപ്പ് സ്റ്റോർ ഉണ്ട്. ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പാണോ, എന്ത് ആവശ്യത്തിനുള്ള ആപ്പാണോ അത് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നമുക്ക് മാർക്കറ്റിങ്ങിനുള്ളതുണ്ട്, ഇമെയിൽ മാർക്കറ്റിങ്ങിനുള്ളതുണ്ട്, പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്, സൈറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾക്കുള്ള വേണ്ടിയിട്ടുള്ളതുണ്ട്. മോസ്റ്റ് ഓഫ് ദ ആപ്പും പെയ്ഡ് ആപ്പുകളാണ്. കൂടുതൽ ആപ്പും ഇത് പെയ്ഡ് തന്നെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോപ്പിഫൈയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഒട്ടും നിങ്ങൾ ഡിലേ വരുത്തണ്ട. അതായത് നിങ്ങൾക്ക് അറിയില്ല, തുടങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഡിലേ വരുത്തണ്ട. ഇതിൽ വേറെ ഹിഡൻ ചാർജസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ച പോലെ പ്രൈസിങ് ചാർജ് മാത്രമേ ഉള്ളൂ. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഓരോ മാസമായിട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.